ഹലോ, ആ വിനോദനല്ലേ? അതെ, ഇത് ഐവർ അനീഷാണ്. മനസ്സിലായോ? മനസ്സിലായില്ല. പെരിൽ പണിക്കണ ആ മനസ്സിലായി. എന്തെല്ലാം എന്നപ്പോ ഞാൻ വിളിച്ചതേ, ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം ആർഎസ്എസിന്റെ ബാലഗോകുലത്തിന്റെ പരിപാടിയാണല്ലോ. അതെ അതെ. ആ പരിപാടി പെരളശ്ശേരി കളിയാമ്പക്കാട്ട് നമുക്ക് ആലക്കാട്ടേക്ക് സമാപിക്കാനൊരു തീരുമാനത്തിന് ചർച്ച ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി വസ്തുത എനിക്കറിയില്ല. അങ്ങനെ ഒരു ആലോചന ഇല്ല. അല്ല, അവര് ചോദിച്ചു ഇങ്ങനെ അവിടെ നമ്മള് സമാപിച്ചോട്ടെ എന്ന് ചോദിച്ചു. നമുക്കിപ്പം രാമദാസൻ, ഈ പിന്നെ മനോഹരന്റെ മോൻ, ഇവരൊക്കെയെല്ലാം നമ്മളവിടെ വരുന്നവരാണ്, നാട്ടുകാരാണ്. അപ്പോ ഒരു ക്ഷേത്ര സംബന്ധമായ കാര്യം, അല്ല ദൈവികമായ ഒരു കാര്യമായതുകൊണ്ട് നമ്മളതിന് ഒന്നും പറഞ്ഞില്ല, എതിരൊന്നും പറഞ്ഞിട്ടില്ല. അവര് സമാപനം അവരവിടെ സമാപിക്കും, അവിടുന്ന് ഒരു പായസം വെച്ച് വിതരണം ചെയ്യുന്നു മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ. അതൊരു രാഷ്ട്രീയപ്പെട്ട പരിപാടിയാണ്. അവര് കഴിഞ്ഞ ശ്രീകൃഷ്ണ ദിവസം കത്തർക്കൽ കണ്ടില്ലോ എന്ന് എനിക്കറിയില്ല. ഒറ്റക്കയ്യ ജയരാജ പിന്നെ നിന്നെ കണ്ടോളാന്ന് ആവശ്യം. അത് ക്ഷേത്ര പരിപാടിയാണോ? അറിയില്ല, അതിനെപ്പറ്റി അറിയില്ല. അതൊരു ബാലഗോകുലം എന്ന് പറയുന്നത് ആർഎസ്എസിന്റെ ഒരു പോഷക സംഘടനയാണ്. നമ്മളെ പാർട്ടിയുടെ പോഷക സംഘടന ഡിവൈഎഫ്ഐ, ബാലസംഘം, എസ്എഫ്ഐ നാട്ടിലുണ്ട്. അതെല്ലാം പോഷക സംഘടനയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മളും അവിടെ പോഷക സംഘടനയുടെ പരിപാടി അവിടെ നടക്കും. പിന്നെ നിങ്ങൾ അതിന് വേറെ തടസ്സം പറയും. ദൈവികമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ആരോടും നമ്മള് ഇത് ദൈവികമല്ല. ഇത് ദൈവികമായ പരിപാടിയല്ല. ഇത് ആർഎസ്എസ് ദൈവത്തിന്റെ മറപിടിച്ചുകൊണ്ട് നടത്തുന്ന അവർ രാഷ്ട്രീയ പരിപാടിയാണ് ബാലഗോകുലം. ശ്രീകൃഷ്ണന്റെ മറ്റേ വേഷം കെട്ടി മറ്റേ പാർട്ടിയൊക്കെ മറ്റേ മുദ്രാവാക്യവും വിളിച്ചിട്ടില്ല. ആ വീഡിയോ മേടിക്കാൻ നിങ്ങൾക്ക് അയച്ചുതരാം. അവർ കഴിഞ്ഞ ദിവസം വീഡിയോ മേടിക്കാൻ അയച്ചുതരാം. ഞാൻ അവരോട് പറയാം. പറയാനല്ല, നിങ്ങൾ അങ്ങനെ ഒരു മിനിറ്റ്, നിങ്ങൾക്കത് ശരിയാൻ തോന്നി അനുവദിക്കുകയാണെങ്കിൽ അനുവദിച്ചു. അതിന് നമ്മുടെ തർക്കമൊന്നും വേറെ പറയില്ല. അല്ല, നമ്മളതിൽ മറ്റു തരത്തിലുള്ളതൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ആരും ഒരാളതിനൊരു അല്ല പറയുന്നത്, ആർക്കെങ്കിലും ഒരാൾക്ക് എങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളതിന്റെ അകത്ത് മാറുന്നേ ഉള്ളൂ. നമുക്ക് എല്ലാവരും വേണം. ഓക്കെ, നിങ്ങൾ മാറുന്നത് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അല്ല, നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് എല്ലാവരും വേണം. ഓക്കെ നിങ്ങൾ അല്ല, നമുക്ക് എല്ലാവരും വേണം. ഇപ്പൊ നമ്മളിപ്പോ ഇപ്പം അവരിപ്പോ എന്നെ വിളിച്ചു ചോദിച്ചു. അപ്പൊ ഇങ്ങനെ ബാലഗോകുലത്തിന്റെ ഒരു പരിപാടിയാണ്, ഒരു ഘോഷയാത്ര നടത്തുന്നുണ്ട് നമ്മള്. അപ്പൊ അത് അവിടെ നിങ്ങളെ ക്ഷേത്രത്തിൽ സമാപിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോ നമ്മള് അത് കൂടുതലായിട്ട് നമ്മളിത് പാർട്ടിയൊന്നും നോക്കുന്നില്ല. നിങ്ങളങ്ങനെ ഒരു വ്യക്തിയല്ല, ഒരു വ്യക്തി, അവിടെയുള്ളൊരു വ്യക്തി. കാരണം ഒരു വലിയ വട്ടളം പായസത്തിന്റെ അകത്ത് ഒരു തുള്ളി പുളിയോ മറ്റോ ഇട്ട് കഴിഞ്ഞാൽ അത് തികച്ചും പോവും. അപ്പൊ നിങ്ങൾ അവിടെയുള്ള ഒരു വ്യക്തി അതിന് ഒരു ഇഷ്ടമല്ലാത്തൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ സ്വയം അതല്ല നമുക്കിപ്പോ നിങ്ങളിങ്ങനെ ഇപ്പൊ അനീഷ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു വിഷയം നമ്മൾ ആരോടും വെറുപ്പിക്കാനോ ഇതാക്കാനോ പറ്റുന്നില്ല എന്ന് നമ്മൾ പറയും. അത്രേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ വിളിച്ച് പറഞ്ഞതിനകത്തൊന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ അനീഷ് തന്നെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കെന്റെ സത്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അല്ല, ഒരു മിനിറ്റ് വിനോദാ, നിങ്ങളെ സഹായിക്കുന്ന നിങ്ങളെ കണ്ടില്ല മഹാശേരി മനോജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സുമേഷ് ആയിക്കോട്ടെ, അവരെ ആരോട് ചോദിച്ചാൽ അവരാരും അനുവദിക്കൂട്ടെ തയ്യാറാവില്ല. നിങ്ങൾ എല്ലാം വേണ്ട എന്തായിരുന്നു? നമുക്ക് ആലോചിക്കണം എന്നായിരുന്നു പറയേണ്ടിരുന്നത്. നമ്മൾ ആരോടാ ആലോചിക്കണ്ട അനീഷ്? നിങ്ങളെ ഇത് സഹായിക്കുന്ന കുറെ ആളുകളില്ലേ? അതെ, നമ്മളിപ്പം നമ്മളെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെടുന്ന അവരോടൊക്കെ ചോദിച്ചു. അവര് പറഞ്ഞത് ദൈവികമായിട്ടുള്ളൊരു പരിപാടിയില് ശ്രീകൃഷ്ണന്റെ ജയന്തി ദിവസമല്ലേ, ഘോഷയാത്രയല്ലേ. അപ്പൊ അതില് എന്നാല് നമ്മൾ മറ്റു തരത്തിലൊന്നും വിഷമമൊന്നുമില്ലല്ലോപ്പാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു സ്ഥിതിയിൽ നിങ്ങളിപ്പം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാനത് നിർത്തൽ ചെയ്യേണ്ടി വരുന്ന മാത്രമേ എനിക്കുള്ളൂ. കാരണം എനിക്ക് പിന്നെ ഏത് രീതിയിൽ പറയണമെന്ന് നിങ്ങൾ പറ. ഏത് രീതിയിലാ പറയണമെന്ന് നിങ്ങൾ പറ. അത് മറ്റേ ആർഎസ്എസിന്റെ പോഷക സംഘടന ബാലഗോകുലം ആർഎസ്എസിന്റെ സംഘടനയാണ്. ആ സംഘടന രീതിയിൽ വരുമ്പോൾ മറ്റു പാർട്ടികളും വന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അനുവദിക്കേണ്ടി വരും. അതുകൊണ്ട് സർക്കാരിന് കൊടുക്കാൻ പറ്റുന്ന അല്ല, അതെ, അതിപ്പോ നിങ്ങൾ വിളിച്ചു പറഞ്ഞ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം എനിക്കൊന്നും പറയാൻ പറ്റില്ല. പറഞ്ഞോ, അതിന് കുഴപ്പമില്ല.
ഞാൻ എന്റെ അഭിപ്രായം ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. നാട്ടുകാരെന്നുള്ള രീതിയിൽ എന്റെ അഭിപ്രായം ഞാൻ നിങ്ങൾ വിളിച്ചു പറഞ്ഞു. അല്ല ആയിക്കോട്ടെ, നിങ്ങളൊരു രാഷ്ട്രീയ പ്രവർത്തകനാണെന്നുള്ള കാര്യമല്ല, നിങ്ങളൊരു രാഷ്ട്രീയ പ്രവർത്തകനാണെന്നറിയാം. അപ്പൊ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പ്രാദേശികമായിട്ടുള്ള ഒരാള് ബാലഗോകുലം നടത്തുന്നത് രാഷ്ട്രീയ പരിപാടിയാണ്, മറ്റാണ്, നിങ്ങൾ ക്ഷേത്രപരമായിട്ട് ബന്ധപ്പെടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്ഷേത്രം എന്നുള്ള നിലക്ക് നമ്മളെ കുടുംബക്ഷേത്രം എന്നുള്ള നിലക്ക് നമ്മളത് ചിലപ്പോൾ ഒഴിവാക്കും, അത്രേ ഉള്ളൂ. പക്ഷെ അതിന്റെ സത്യാവസ്ഥ എല്ലാവരും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടി വരും. നിങ്ങളെ കുടുംബം എന്നുള്ള രീതിയിൽ കിലാലൂര് മനോരത്നുണ്ടല്ലോ, ആര് കുട്ടവാട്ടലുണ്ടല്ലോ കിലാലൂര്, ഓരോടെ നിങ്ങൾ ചോദിച്ചാൽ ഓർക്കുന്ന സമ്മതമാണെന്ന് സമ്മതിക്കില്ല. നിങ്ങൾ പറയണ്ട അനീഷേ, ഉത്തമാട്ട സമ്മതമാണോ അല്ല നിങ്ങൾ പറയണ്ടല്ലോ. ഉത്തമാട്ട നമ്പർ ഒരു കാര്യം അനീഷേ, ഉത്തമാട്ട നമ്പർ ഞാൻ ഇപ്പൊ തരാം, നിങ്ങൾ വിളിച്ചു നോക്കും. ഉത്തമാട്ട നമ്പർ ഞാൻ ഇപ്പൊ തരാം. ഉത്തമണ്ണ നമ്പർ ഞാൻ ഞങ്ങൾക്ക് ഉപകാരം കിട്ടും. ഉത്തമണ്ണ വിളിക്കാൻ നമുക്ക് അവിടെ ഉത്തമണ്ണുമായി ബന്ധപ്പെട്ട ആളുകളില്ല, അതൊക്കെ വന്ന് വിളിച്ചോട്ടെ, അവർ വിളിച്ചോളൂ. പക്ഷെ നിങ്ങൾ വിളിച്ചു നോക്കിയാൽ അവർ അവസരം ജയിക്കാനാണ്. അല്ല ഞാനിപ്പം പറഞ്ഞ സ്ഥിതിയിൽ ഞാനത് ഡ്രോപ്പ് ചെയ്യും, അത്രേ ഉള്ളൂ. എനിക്ക് വേറെ പ്രശ്നം. അവർ നോട്ടീസ് അടിച്ചിട്ട് അവർക്ക് ആ നഷ്ടം മാത്രമല്ലേ ഉള്ളൂ. ഞാനത് നിർത്തുന്ന മാത്രമേ ഉള്ളൂ. പറഞ്ഞോളൂ. ഇല്ല, നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ നല്ലൊരു കമ്മിറ്റി നടത്തുന്ന സമയത്ത് നിങ്ങൾ കുടുംബക്കാർ ആവശ്യപ്പെട്ടപ്പോ നിങ്ങളെ സഹായിച്ചിട്ടാണ് ഇവിടെയുള്ള പല ആളുകളും ഇല്ലേ കുടുംബത്തിന്റെ കയ്യിൽ കിട്ടണമെങ്കിൽ. അതെ ആയിക്കോട്ടെ, ഞാനത് നിർത്തൽ ചെയ്യാന്ന് പറഞ്ഞില്ലേ. അത് ഈ ബാലഗോകുലത്തിന്റെ അവര് നോട്ടീസ് അടിച്ചിട്ടുണ്ടോ അതോ പോട്ടെ, അവർക്ക് നഷ്ടമല്ലേ ഉള്ളൂ. ഞാനത് നിർത്തൽ ചെയ്യാം, ഞാനത് നിർത്തൽ ചെയ്യാം. നമുക്ക് ഇങ്ങനെ വിഷമമുണ്ട് അവിടുന്ന് ആള് വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ നമുക്കതിൽ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് നിർത്തൽ ചെയ്യാന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതിന് മറ്റു സംസാരത്തിന് അർത്ഥമില്ല. എന്നാ ശരി, നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം.